കേൾക്കാം. ഓക്കെ. മുമ്പത്തെ അവർ ഏതായിരുന്നു? അതുൽ ബാസ്റ്റിൻ. പ്രീവിയസ് അവർ ഏതായിരുന്നു? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമോ? പാർത്ഥിവ്, ശിവസൂര്യ. യെസ് സർ. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? വോയിസ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സർ. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ബാക്കി എഴുതി, ഡെറിവേഷൻ ഞാൻ എഴുതി തരാം. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ടെസ്റ്റിൽ പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത് നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് കണ്ടു. സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ഞാൻ ഷെയർ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ അത്രയും എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. അതുപോലെ ഗിയർ ട്രെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ തന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം പഠിക്കേണ്ടതാണ്. അതൊക്കെ പഠിച്ചോണം. ഓക്കെ. അടുത്ത് 3rd മോഡ്യൂളിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ഒരു പോർഷനാണ് ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ്. ഇതിൽ നമ്മൾ മെയിൻലി ഈ എൻജിൻ ഫോഴ്സ് അനാലിസിസ് ആണ് അതിനകത്ത് മെയിനായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ. ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൽ ഞാൻ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇനേർഷ്യ ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്യും. ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കമ്പോണൻറ്റിൻ്റെ മാസ് കൊണ്ടുണ്ടാകുന്ന സാധനമാണ്. മാസ് കൊണ്ടുണ്ടാകുന്ന സാധനമാണ് ഇനേർഷ്യ ഫോഴ്സ്. നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് അതെല്ലാം നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഒരു മൂവിങ് മാസിന് നാച്ചുറലി അല്ലെങ്കിൽ എല്ലാ ഒബ്ജക്റ്റിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ നിൽക്കുന്ന കറൻ്റ്ലി ഉള്ള അവസ്ഥയിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അത് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് തന്നെ കൊടുത്താൽ അത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ റെസിസ്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു പിസ്റ്റൺ നമ്മൾ ആക്സിലറേറ്റ് ചെയ്തു. അപ്പം തുടക്കത്തിൽ ഇങ്ങനെ നമ്മളത് IC എഞ്ചിനിൽ ബേൺഡ് പ്രോഡക്ട്സിനെ കമ്പസ്റ്റൻ പ്രോഡക്ട്സ് ഇങ്ങനെ കത്തുമ്പോൾ പിസ്റ്റൺ തുടക്കത്തിൽ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെടും. പിന്നെ അത് കുറേ കഴിയുമ്പോൾ ഒരു ഹാഫ് കഴിയുമ്പോൾ ഡീസലറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ ഇനേർഷ്യയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ടാണ്. ഓക്കെ. ഡീസലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് തിരിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു ഒപ്പോസിങ് നേച്ചറുള്ള സാധനമാണ് ഇനേർഷ്യ ഫോഴ്സ്. അതൊരു മൂവിങ് മാസിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇതിലാദ്യം നമുക്ക് സാറിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം ഇക്വേഷനായിട്ട് വേണമെങ്കിൽ പറയാം. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോഴ്സും നമ്മൾ
ഇനേർഷ്യ ഫോഴ്സ് കൊടുക്കും, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായില്ല. നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്, അതിനൊപ്പം തന്നെ അപ്ലൈഡ് ഫോഴ്സ് കൊണ്ട് ഒരു സാധനം മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇനേർഷ്യ ഫോഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കുന്നത് എപ്പോഴും ഫോഴ്സ് ആവണമെന്നില്ല, നമുക്ക് ടോർക്ക് കൊടുക്കാം. ടോർക്ക് കൊടുത്താൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇനേർഷ്യ ടോർക്കും കാണും. ഓക്കെ, ഇനേർഷ്യ ഫോഴ്സിന് ഞാൻ എഴുതുന്ന ഇക്വേഷൻ ഫോഴ്സ് അല്ലേ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ന്യൂട്ടൺസ് ലോ തന്നെയാണ്, F=ma തന്നെയാണ്. ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടുണ്ട്, ഉണ്ടോ? ഒരു മൈനസ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. സ്ക്രീൻ ഞാൻ വലുതായി കാണിക്കാം. മൈനസ് ഇട്ടിട്ടുണ്ട്. m×Fg. Fg എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് ദ മാസാണ്. ഓക്കെ, F=ma ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനേർഷ്യ ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പം അപ്ലൈഡ് ഫോഴ്സ് അല്ല, ഇത് ഇനേർഷ്യ ഫോഴ്സ് ആണ്. എല്ലാവരും TKMC മെയിൽ ചെയ്ത് കയറാൻ ശ്രമിക്കണം, കാരണം നമ്മൾ അറിയില്ല അല്ലാതെ വരുമ്പോഴും. ഓക്കെ, എല്ലാവരും TKMC കയറുക, TKMC മെയിൽ ഐ ഡി വേണം ക്ലാസ്സിൽ കയറാൻ. ഓക്കെ, സിമിലർലി ഇനേർഷ്യ കപ്പിൾ എന്ന് പറയുമ്പം I∝ ആണ്. എങ്ങനെ നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷൻ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ടോർക്കിലോട്ട് വരുമ്പോൾ എന്ത് ചേഞ്ച് വരുത്തും? F=ma നമ്മൾ ഇക്വലൻ്റ് ആയിട്ടുള്ള എഫിന് പകരം ടോർക്ക് ആണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ ചേഞ്ച്? എന്ത് ചേഞ്ചാണ് വരുത്തുന്നത്? ആർക്കെങ്കിലും പറയാമോ? F=ma എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷൻ്റെ അല്ലേ? F=ma ലീനിയർ മോഷൻ്റെ ആണ്. ഇനി ആംഗുലർ മോഷൻ ആകുമ്പം എഫിന് പകരം നമ്മൾ ടോർക്കാവും, എഫിന് പകരം ടോർക്കാവും. ഇവിടെ കപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് C കൊടുത്തത്. എമ്മിന് പകരം എന്താണ് അതിന്? എമ്മിന് പകരം എന്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? അത് റോട്ടറി നേച്ചർ ആകുമ്പം ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. എം എന്ന് പറഞ്ഞാൽ I ആകും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആംഗുലർ ആക്സിലറേഷൻ ആൽഫയാകും. അപ്പോൾ F=ma കറസ്പോണ്ടിങ് ഇക്വേഷൻ T=I∝ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് നേച്ചർ മാറുമ്പം മൂവ്മെന്റിന്റെ നേച്ചർ മാറുമ്പോൾ കറസ്പോണ്ടിങ് ഇക്വേഷനിൽ ചേഞ്ച് വരും. ഇപ്പം ലീനിയർ ആകുമ്പോൾ ഫോഴ്സാണ്, അതിനെ കറക്കാൻ ശ്രമിക്കുമ്പോൾ അത് ടോർക്കാവും. ലീനിയർ മോഷന്റെ മാസ് അത് കറക്കാൻ ശ്രമിക്കുമ്പോൾ അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലോട്ട് മാറ്റണം. ലീനിയർ ആക്സിലറേഷൻ A ആണ്, ആംഗുലർ ആക്സിലറേഷൻ ആൽഫയാണ്. T=I∝ ആണ് നമുക്ക് റോട്ടറി മോഷനിലുള്ള ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. F=ma ഇക്വലൻ്റ് ആയിട്ട് T=I∝. ഇവിടെ നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് ഇട്ടിരിക്കുന്നത്, -I∝ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ പറയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഡി-അലംബേർട്ട് പറയുന്നത് വെക്ടർ സം ഓഫ് ഫോഴ്സസ് ഹാസ് ടു ബി 0, അല്ലെങ്കിൽ വെക്ടർ സം ഓഫ് ടോർക്ക് ഹാസ് ടു ബി 0. അപ്പോൾ എന്തൊക്കെയാണ് വരുന്ന ഫോഴ്സ്? നമ്മൾ ഇവിടെ എഫും FIയും എഴുതിയിട്ടുണ്ട്, σF എന്നും എഴുതിയിട്ടുണ്ട്. σF എന്ന് എഴുതാൻ കാരണം സമ്മേഷൻ ഓഫ് ഫോഴ്സസ് ആണ്. ഈ ഒരു ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് നമ്മൾ ആ ഓബ്ജക്റ്റിൽ കൊടുക്കുന്ന എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് ആണ്, പ്ലസ് അതുകൊണ്ടുണ്ടാകുന്ന ഇനേർഷ്യ ഫോഴ്സ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതി σF -FA എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡി-അലംബേർട്സ് സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിളാണ്. വെക്ടർ സം ഓഫ് ഫോഴ്സസ് ആൻഡ് ടോർക്സ് ഹാസ് ടു ബി 0. അപ്പോൾ നമ്മളത് ലീനിയർ മോഷൻ്റെ എഴുതും, ആംഗുലർ മോഷൻ്റെ എഴുതും. ആംഗുലർ മോഷൻ ആകുമ്പോൾ ഫോഴ്സിന് വരും ടോർക്ക് ഇടുക, മറ്റതിന് ഇനേർഷ്യ കപ്പിൾ ഇടുക, CI ഇടുക. ഇതാണ് നമുക്ക് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. സിമ്പിളാണ്. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡയറക്ഷൻ എടുക്കേണ്ട കൺസെപ്റ്റ് പറഞ്ഞു, ലീനിയർ മോഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു, ആംഗുലർ മോഷൻ്റെ ഇക്വേഷൻ പറഞ്ഞു, വെക്ടർ സം ഓഫ് ഫോഴ്സസ് 0 ആണ്, അല്ലെങ്കിൽ വെക്ടർ സം ഓഫ് ടോർക്ക് 0 ആണ്. ഇതാണ് ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിൽ ഈ മാസിൻ്റെ എഫക്റ്റൊക്കെ നെഗ്ലക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് എൻജിൻ ഫോഴ്സ് അനാലിസിസ് ആണ്. അപ്പോൾ എൻജിൻ ഫോഴ്സ് അനാലിസിസ് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് 1-2 കാര്യങ്ങൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇത് എന്ത് മെക്കാനിസമാണത്? ഈ ഫിഗർ കാണുന്നത്? ഞാൻ ആവശ്യമുള്ള സമയത്ത് ആ ഫിഗർ വരച്ച് കാണിക്കാമേ. ഇത് ഇപ്പൊ കാണുന്നില്ലേ നിങ്ങൾ? ഇതെന്ത് മെക്കാനിസമാണത്? സ്ലൈഡർ ക്രാങ്ക്. ഇത് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം. അപ്പോൾ ഇവിടെ ഈ ക്രാങ്ക് കറങ്ങുന്നതനുസരിച്ച് സ്ലൈഡർ റെസിപ്രോക്കേറ്റ് ചെയ്യും. അതിന് ടു ആൻഡ് ഫ്രോ മോഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്താൽ
ഉണ്ട്. ഇവിടെ നമ്മൾ ഈ ക്രാങ്ക് തീറ്റ മൂവ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഇനിഷ്യൽ പൊസിഷൻ ഉണ്ട് IDC എന്നുള്ള പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ OA എന്നുള്ളത് ഇങ്ങനെ ഹോറിസോണ്ടലായിട്ട് നിൽക്കും. തീറ്റ = 0. തീറ്റ = 180 എന്ന് പറയുമ്പം ഈ ക്രാങ്കിൻ്റെ പൊസിഷൻ A എന്നുള്ള പോയിന്റ് ഈ ODCയിൽ വന്നിരിക്കും. ഓക്കെ, പിന്നെ ഇതിങ്ങനെ ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻസിൽ കറങ്ങും. അപ്പോൾ ഇവിടെ തീറ്റ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് Xൽ ചേഞ്ചും വരും. ഓക്കെ, തീറ്റയ്ക്ക് പ്രൊപ്പോർഷണലായിട്ട് ഡിസ്പ്ലേസ്മെന്റ് Xും കിട്ടും. അപ്പോൾ Xന് ഒരു ഇക്വേഷൻ എനിക്ക് ഡെറൈവ് ചെയ്ത് സിമ്പിളാണ്. ഇതൊരു ഡെറൈവ് ചെയ്ത് നിങ്ങൾ പഠിക്കണ്ട. Xന് ഡെറൈവ് ചെയ്താൽ ഈ ഹയർ ഓർഡർ ടേംസ് എല്ലാം നെഗ്ലക്ട് ചെയ്യുമ്പോൾ X = R × 1 - cos θ എന്ന് കിട്ടും. X = R × 1 - cos θ. അതിൽ ചില ടേംസ് എല്ലാം നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ സ്മാൾ n എന്നൊക്കെയുള്ള ടേം നമ്മൾ പിന്നെ പഠിക്കും. ഇതിനകത്ത് ഉണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ സ്മാൾ n എന്നുള്ള ടേമുണ്ട്. സ്മാൾ n എന്നുള്ള ടേം എന്ന് പറയുന്നത് ഇവിടെ ഈ ലെങ്ത് ഓഫ് ദ കണക്ടിങ് റോഡ് L, ഫിഗർ നോക്കിയാൽ ലെങ്ത് ഓഫ് ദ കണക്ടിങ് റോഡ് L, ഇത് റേഡിയസ് ആണ്. ഈ L/R റേഷ്യോയാണ് നമ്മൾ n എന്ന് ഉദ്ദേശിക്കുന്നത്. n എന്ന് അത് പല ഇനി ഓർഡർ ഡെറിവേഷനിൽ അത് വരും. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ ഏത് ആംഗുലർ പൊസിഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റിന് കണ്ടുപിടിക്കാൻ പറ്റും. പിസ്റ്റൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വെലോസിറ്റി ചെയ്യാനായിട്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി, dx/dt ചെയ്താൽ മതി. അപ്പം അതിന് dx/dθ × dθ/dt എഴുതി വെലോസിറ്റിയുടെ ഇക്വേഷനും ഡെറൈവ് ചെയ്തിട്ടുണ്ട്, R⍵ sin θ. സിമിലർലി അതിനെ ഡിഫറൻഷ്യേറ്റ് ആക്സലറേഷൻ്റെ ഇക്വേഷൻ കിട്ടും, R⍵² ഈ ഇക്വേഷൻ കിട്ടും. പിന്നെ പല കണ്ടീഷൻസ് ഉള്ള സാധനമാണ്. അത് ജസ്റ്റ് ഞാൻ ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ പറയാൻ കാരണം ഈ ഇക്വേഷൻ നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ആക്സലറേഷൻ്റെ ടേം നമുക്ക് വരുന്നതുകൊണ്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഞാനിത് ഈ ടെസ്റ്റിൻ്റെ ഇത്രയും പോർഷൻ ഷെയർ ചെയ്തിരിക്കാം. ഈ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിരിക്കുക. ഓക്കെ, ഡെറിവേഷൻ ചോദിക്കാറില്ല, പക്ഷേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അറിഞ്ഞിരിക്കും. ഓക്കെ, അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് X = R × 1 - cos θ, V = R⍵ sin θ, acceleration R⍵² cos θ + cos 2θ/n. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് കാര്യങ്ങൾ സിമ്പിളാവും. ഓക്കെ, ഇനി മേജർ നമുക്ക് സിലബസുമായിട്ട് ബന്ധപ്പെട്ട പോർഷനിലോട്ട് പോവുകയാണ്. ഇത് നമ്മൾ എൻജിൻ ഫോഴ്സ് അനാലിസിസ് എന്നാണ് പറയുന്നത്. എൻജിൻ ഫോഴ്സ് അനാലിസിസ് ഇതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു 1-2 ഫിഗർ ഞാൻ വേറെ 1-2 വരച്ച് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ മാറിയായിരുന്നോ? Yes, sir. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിലിണ്ടർ ഞാൻ അങ്ങ് വരയ്ക്കാം. ഒരു വെർട്ടിക്കൽ എഞ്ചിനായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇനി ഞാൻ അതിനുള്ള പിസ്റ്റൺ കാണിക്കുകയാണ്. പിസ്റ്റൺ, യു ആർ ഹാവിങ് എ പിസ്റ്റൺ ലൈക്ക് ദിസ്. ഓക്കെ, പിസ്റ്റൺ ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെയാണ് ഈ കമ്പസ്റ്റനൊക്കെ നടക്കുന്നത്. എവിടെയാണ് ഈ ഡയമീറ്റർ എനിക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ D എന്ന് എനിക്ക് അസ്യൂം ചെയ്യാം. ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഈ ഗ്യാസ് ഫോഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ കമ്പസ്റ്റൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സ്പേസ് ഇതാണ്. കാരണം ഇവിടെയാണ് കമ്പസ്റ്റൻ നടക്കുന്നത്. ഓക്കെ, തീയും പുകയൊക്കെ ഉണ്ടാകുന്ന ഇവിടെയാണ്. ഓക്കെ, so the combustion takes place here in this area. Combustion takes place. Okay, അപ്പോൾ ഗ്യാസ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എനിക്ക് സിലിണ്ടറിക്കൽ ഏരിയയാണ്. അപ്പം ഈ എത്രയാണോ അതിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം പ്രഷർ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഏരിയ വെച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ ഗ്യാസ് ഫോഴ്സ് 5/4 d².
ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അന്ന റോമൻ കാണുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സർക്കിളാണ്. പ്ലാൻ നോക്കാൻ സർക്കിൾ. അപ്പൊ ഇതിന്റെ മോളിക്യൂളാണ് ഇവിടെയാണ് കത്തുന്നത്, കമ്പസ്റ്റിൻ, കാരണം പിസ്റ്റനെ താഴോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഏരിയ ആണ്, ഈ സർക്കിളിന്റെ ഏരിയ ആണ് ഈ 5/4 ഇൻറ്റു ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഉണ്ടാകുന്ന ഗ്യാസ് ഫോഴ്സ് കിട്ടും. ഓക്കെ. പിന്നെ ഈ പിസ്റ്റൺ ഇങ്ങനെ വെറുതെ വെച്ചേക്കല്ല. പിസ്റ്റൺ ഇവിടെ എന്ത് വെച്ചു? ഇതൊരു പിസ്റ്റൺ റോഡ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്താൽ പോകും. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്താൽ പോകും. ഓക്കെ. അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതിന്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണ്. സ്മോൾ ഡി ആണ് ഇവിടുത്തെ ഡയമീറ്റർ. 5D ഡയമീറ്റർ ഡി എന്നാൽ സ്മോൾ ഡി ആണ്. ഓക്കെ. ഇപ്പൊ ഈ താഴത്തെ ഏരിയ നോക്ക്. താഴത്തെ ഏരിയ നോക്കുമ്പോൾ അതിനകത്ത് നമുക്കൊരു സ്മോൾ ഡി എന്നുള്ള ഏരിയ കുറയണം. എന്തുകൊണ്ടാണ് കുറയാൻ കാരണം? ഈ ഏരിയ കുറയാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവിടെ ഒരു ഏരിയ കുറയാൻ കാരണം? അവിടെ എന്തുണ്ട്? അവിടെ റോഡ് ഇരിക്കണം. അപ്പൊ റോഡിന്റെ ഏരിയ അവിടെ വരുന്നില്ല. മനസ്സിലായ? അപ്പൊ ഇവിടെയൊക്കെ എയർ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും എയറോ എന്തെങ്കിലും ബേൺ പ്രൊഡക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചു. അപ്പൊ ഈ ഗ്യാസ് ഫോഴ്സ് ഇങ്ങോട്ട് തള്ളാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ്, ഇവിടെ ഇത്തിരി എയർ ഉള്ളതുകൊണ്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം വർക്ക് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫോഴ്സും കൂടെ മുകളിലോട്ട് കാണും. ഓക്കെ. അപ്പൊ ആ ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ P1 എന്ന് വെച്ചോ, ഗ്യാസ് ഫോഴ്സ് P1 എന്ന് വെച്ചു. ഇവിടുത്തെ ഫോഴ്സ് P1, ഇവിടുത്തെ ഫോഴ്സ് P2 ആണെന്ന് വെച്ചോ. അപ്പം എന്താണ്? അപ്പം റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്താണ്? അല്ലെങ്കിൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വാട്ട് ഷുഡ് ബി ദ ഫോഴ്സ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ഫോഴ്സ് വരാം? പ്രഷർ എത്രയാണ്? P2. ഏരിയ അവിടെ ഉണ്ടാവുന്ന ഏരിയ. അപ്പൊ എന്ത് കുറയണം അവിടെ? മറ്റേ സ്മാൾ ഡിയുടെ എന്ന് വെച്ചാൽ സ്മാൾ ഡിയുടെ എഫക്റ്റ് അവിടെ കുറയണം. 5/4D² ആണ് ഇത്. അതില്ലായിരുന്നെങ്കിലുള്ള ഏരിയ മൈനസ് 5/4 സ്മാൾ D² അവിടെ കുറയണം. ഓക്കെ. അപ്പൊ ഈ ഡയമീറ്റർ നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടേമിനെ മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ. വേണമെങ്കിൽ എനിക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പം നമ്മൾ താഴോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രോബ്ലത്തിലൊക്കെ ഇതങ്ങ് എടുക്കാറില്ല. കാരണം ഡയമീറ്റർ സ്മാൾ ആണെങ്കിൽ കണ്ട ഈ ഒരു ടേം അങ്ങ് നെഗ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഫോഴ്സ് മാത്രം എടുത്താൽ മതി. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി തിരിച്ച് ഡെറിവേഷനിലോട്ട് പോവുകയാണ്. ഇത് അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവും. ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ ഡ്യൂ ടു ഗ്യാസ് പ്രഷർ FP is equal to P1A1 minus P2A2. ക്ലിയർ ആയോ? മനസ്സിലായ? ഇനി പേരെടുത്ത് ചോദിക്കണോ ഞാൻ? അഫൈ ക്ലിയർ ആയോ? അത് ഇല്ലേ? നിങ്ങളാരും അവിടെ ഇല്ലേ? ആദർശ് കെ, അജൽ മനസ്സിലായി സാർ. മനസ്സിലായി. ആദിത് കാണുന്നുണ്ടോ? അതോ ഉറങ്ങണോ? കാണുന്നുണ്ട്. മനസ്സിലായ? അപ്പം ആ ഏരിയ കുറച്ചത് മനസ്സിലായല്ലേ? അമീഷ് ജോർജ് സാർ മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. കണ്ട ഈ ഒരു സാധനം കണ്ട P1A1 minus P2A2 ഇതാണ് പിസ്റ്റൺ
ഉണ്ടാകുന്ന ഫോഴ്സ്. ഇപ്പം ചില കേസിൽ നമുക്ക് ഈ P2A2 നെഗ്ലക്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡയമീറ്റർ സ്മാൾ പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ, പിസ്റ്റൺ റോഡ് എന്നാണ് ഞാൻ സ്മാൾ ഡി ഉദ്ദേശിക്കുന്നത്. പിസ്റ്റൺ റോഡിൻ്റെ ഡയമീറ്റർ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് P1A1 എടുത്താൽ മതി. ഇനി ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, R⍵² cos θ + cos 2θ/n ആണ് ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എപ്പോഴും ഒപ്പോസീവ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്യാസ് ഫോഴ്സിൻ്റെ കൂടെ ഇനേർഷ്യ ഫോഴ്സ് കുറയ്ക്കണം. ഇപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇനേർഷ്യ ഫോഴ്സിന് FI എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മറ്റേ രത്തൻ എന്നുള്ള ടെക്സ്റ്റ് ബുക്കാണ്, SS രത്തൻ, നല്ല ടെക്സ്റ്റ് ബുക്കാണിത്. ഇതിൽ FB ആണ് അവർ എഴുതിയിരിക്കുന്നത് ഇനേർഷ്യ ഫോഴ്സ്. അപ്പം ഗ്യാസ് ഫോഴ്സിൻ്റെ കൂടെ ഇനേർഷ്യ ഫോഴ്സ് കുറച്ചാൽ നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടും. ഇനി ഫ്രിക്ഷൻ എഫക്റ്റും കൂടെ നമ്മൾ ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും, ഫ്രിക്ഷൻ എഫക്റ്റ് കൺസിഡർ ചെയ്താൽ. അപ്പം നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ അതിൽ കുറയ്ക്കുക. അപ്പോൾ FPയിൽ നിന്ന് ഇനേർഷ്യ ഫോഴ്സും കുറച്ചു, ഞാൻ ഫ്രിക്ഷണൽ ഫോഴ്സും കുറച്ചു. ഇനി ചില കേസിൽ ഇപ്പോൾ എൻജിൻ വെർട്ടിക്കലായിരിക്കുമ്പം അതിൻ്റെ വെയിറ്റും കൂടെ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് FP + mg എന്ന് എഴുതിയിരിക്കുന്നത്. എപ്പോഴും വെയിറ്റും കൂടെ ആഡ് ചെയ്യണം വെർട്ടിക്കൽ എൻജിനാണെങ്കിൽ. FP + mg - FB - FF ആണ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ അതിൽ ആക്ട് ചെയ്യുന്ന പല ഫോഴ്സസ് നോക്കാൻ പോകുന്നു. ഫോഴ്സസ് നോക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. പക്ഷെ ഞാൻ എന്തായാലും ഒന്നുകൂടെ ഒന്ന് വരച്ചിടാം. ഓക്കെ, നിങ്ങളതെല്ലാം വരച്ചോണേ. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് നോക്കിക്കൊള്ളാമെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒന്നുകൂടെ അത് നേരെ വരയ്ക്കാം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗറാണിത്. ഇത് വലുതായിട്ടൊക്കെ നിങ്ങളൊന്ന് വരച്ചോളൂ. ഓക്കെ, ഒരു സ്ലൈഡർ ക്യാം മെക്കാനിസമാണ് ഞാൻ വരയ്ക്കുന്നത്. സിമ്പിൾ ഒരു സ്ലൈഡർ ക്യാം മെക്കാനിസം. ഇവിടെ ഒരു piston, I am showing a piston here. Okay, I am showing a piston. Okay, a piston റിസൾട്ടിനകത്താണ് പോയിരുന്നത്. ജസ്റ്റ് അത് കാണിച്ചിട്ടുണ്ട്. Now what I am going to show is the connecting load ആണ് കാണിക്കാൻ പോകുന്നത്. കണക്റ്റിംഗ് ലോഡ്. ഓക്കെ, കണക്റ്റിംഗ് ലോഡിൻ്റെ സെൻറ്റർ തൊട്ട് ഞാനൊരു പർട്ടിക്കുലർ ലെന്ത് അത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ എല്ലാണ് കണക്റ്റിംഗ് ലോഡിൻ്റെ ലെന്ത്. ഓക്കെ, ഇനി ഞാൻ ക്രാങ്ക് വരയ്ക്കാൻ പോയാണ്. ക്രാങ്ക് അത് ഫിഗർ ക്ലിയർ ആയല്ല. എന്തെങ്കിലും ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനോ ആയിക്കോട്ടെ, ഞാൻ ഈ ആംഗിളിന് ഞാൻ തീറ്റ എന്ന് മെഷർ ചെയ്തു. ദിസ് ആംഗിൾ ഐ എം മാർക്കിംഗ് ആസ് തീറ്റ. ഈ ആംഗിളിനെ ഞാൻ ബീറ്റ എന്ന് മാർക്ക് ചെയ്തു. ദിസ് ആംഗിൾ ഐ എം മാർക്കിംഗ് ആസ് തീറ്റ. ഓക്കെ, തീറ്റയും ബീറ്റയും. ഇനി എൻ്റെ ഗ്യാസ് ഫോഴ്സ്, ഞാൻ ഇപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത്. നെറ്റ് ഫോഴ്സ് ഈസ് ജസ്റ്റ് ഒരു കോൾ എടുത്തോട്ടെ. ഹലോ, 9495632894.
ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്തു. ഹലോ, കേൾക്കാല്ല? യെസ് സാർ. ഓക്കെ. അപ്പോൾ ഇനി എഫ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. എഫില് നമുക്ക് നേരത്തെ പറഞ്ഞ കേസ്, എഫിൽ വരുന്നത് ഗ്യാസ് ഫോഴ്സ് വരാം, അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ മറ്റേ ഒരു ഫോഴ്സ് വരാം. ഹലോ, സിഒ വേണം, ക്വസ്റ്റ്യനിൽ വേണം. സ്കീമിനകത്ത് സിഒ വന്നില്ലെങ്കിൽ സാരമില്ല. ആണോ? അത് സാരമില്ല, അത് ആൻസർ വന്നു. ഓക്കെ. അപ്പോൾ എഫ് ആണ് നെറ്റ് ഫോഴ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഈ ഒരു കണക്റ്റിംഗ് റോഡുണ്ട്, കണക്റ്റിംഗ് റോഡിൽ ഒരു ഫോഴ്സ് ഉണ്ട്. കണക്റ്റിംഗ് റോഡിലെ ഫോഴ്സിനെ ഞാൻ വിളിക്കുന്നത് എഫ് സി എന്ന് വിളിച്ചു. കണക്റ്റിംഗ് ദ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഓൺ ദ കണക്റ്റിംഗ് റോഡ്, ഞാൻ വെറുതെ ഒരു ഡയറക്ഷൻ ഇട്ടെന്നേ ഉള്ളൂ. ഈസ് എഫ് സി. ഓക്കെ, ദിസ് ഈസ് എഫ് സി. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചു, ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സും ഉണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ എഫ് ഉണ്ടെന്നും കാണിച്ചു, ഡ്യൂ ടു റിയാക്ഷൻ എഫ്. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ആംഗിൾസ് ആണ്. ഞാനിവിടെ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് എന്നുവെച്ചാൽ ഞാനിവിടെ 90 ഡിഗ്രി വരച്ചു. സോ ഐ ഹാവ് ഡ്രോൺ എ 90 ഡിഗ്രി. ഞാൻ ഇതിനെ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തെന്ന് വെച്ചു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാനിവിടെ വലുതായിട്ട് വരച്ച് കാണിച്ചത്. കാരണം ആ ടെസ്റ്റിൽ ചില ആംഗിൾ അതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പം ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിളാണ്. ട്രയാംഗിളിനകത്ത് ടോട്ടൽ ആംഗിൾ എത്ര ഇടണം? കേട്ടില്ല. 180 minus beta plus theta. 180 മൈനസ്, അത് 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റയാണ് ഇവിടെ കിടക്കുന്ന ആംഗിൾ. 180 മൈനസ് തീറ്റ പ്ലസ് ബീറ്റ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിള് എത്രയായിരിക്കും? ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ എത്ര കിട്ടണം? ഇത്രയും കൂടെ എത്ര കിട്ടണം? ഇതാണ് ഈ ഇത്രയും ആംഗിൾ എത്രയാണ്? 180. അപ്പൊ ഇതെന്തായിരിക്കണം? തീറ്റ പ്ലസ് ബീറ്റ. അപ്പൊ ഇത് എത്രയായിരിക്കണം? ഇവിടെ 90 ഡിഗ്രി അല്ലേ, ഒരു പെർപെൻഡിക്കുലർ അല്ലേ? അപ്പൊ ഇത് എത്രയാണ്? 90 മൈനസ് തീറ്റ. ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചാൽ നമ്മളെ സാധനങ്ങളായി. ഓക്കെ. അപ്പൊ ഇനി ഇവിടെ ഒരു എഫ് സി ഉണ്ട്. എഫ് സി ഉള്ളതുകൊണ്ട് ഇതിനൊരു എഫ് സിക്ക് ഒരു ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്.
എഫ് സിക്ക് ഒരു ഹോറിസോണ്ടൽ കമ്പൗണ്ട്. ഡയറക്ഷൻ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എഫ് സി ഇങ്ങനെ തിരിച്ച് കാണിച്ചാൽ ശരിയാവും. ഇങ്ങനൊരു കമ്പോണൻ്റ് ഉണ്ട്, എഫ് സിക്ക് ഇങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഈ കമ്പോണൻ്റ് ഏതാണ് ഹോറിസോണ്ടൽ കമ്പോണൻ്റ്? എഫ് സി കോസ് ബീറ്റ. കോസ് ബീറ്റ. ഇതെന്ന് പറയുമ്പോൾ എഫ് സി സൈൻ ബീറ്റ. ക്ലിയർ ആയാലോ? ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിൽ? ആംഗിൾ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ഇടയ്ക്ക് ഏതോ ഈ ആംഗിളൊന്നും അവർ കാണിച്ചിട്ടില്ല. ഈ ആംഗിൾ കാണിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് നോക്കി കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ വരച്ചത് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ക്രാങ്ക് കാണിച്ചു, ക്രാങ്കിൻ്റെ ഒരു 90 ഡിഗ്രി ലൈൻ കാണിച്ചു. അതിൽ വരുന്നത് അതിന് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എഫ് ടി എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ക്രാങ്കിനെ കറക്കുന്ന ഫോഴ്സാണ് എഫ് ടി. ഓക്കെ, അപ്പോൾ ഒരു കമ്പോണൻറ്റ് ഇവിടെ ഒരു റേഡിയൽ കമ്പോണൻറ്റ് ക്രാങ്കിൽ വരും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ കറക്റ്റായിട്ട് ഒരു സാധനത്തെ, ഫോർ എക്സാമ്പിൾ ഒരു ലിങ്ക് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചു, യു ആർ ഹാവിങ് എ ലിങ്ക്. ഇതിനെ നമുക്ക് കറക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എലിമെൻ്റാണ് ഇതിനെ കറക്കാൻ സഹായിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ളൊരു എലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അത് കറങ്ങോ ഇല്ലേ? ഞാൻ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു, കറങ്ങോ ഇല്ലേ? ഈ ക്രാങ്ക് കറങ്ങോ ഇല്ലേ? ആരെങ്കിലും പറയൂ, ഞാൻ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇതാണ് എൻ്റെ ഫോഴ്സ്. ക്രാങ്ക് കറങ്ങുമോ ഇല്ലേ? ഇങ്ങനെ കറങ്ങൂലേ? തള്ളി നോക്കുക, നിങ്ങൾ പാൻ ഇങ്ങനെ വെച്ച് തള്ളി നോക്കുക, ഇങ്ങനെ റൈറ്റിലോട്ട് കറങ്ങോ ഇല്ലേ? മനസ്സിലാവുന്നില്ല? ഞാൻ ആൾക്കാരെ പേരെടുത്ത് പറയണോ? ഞാൻ വിളിക്കണോ? കേൾക്കുന്നുണ്ടോ ലക്ഷ്മി? കേൾക്കാമോ? അപ്പൊ എന്തെങ്കിലും എൻ്റെ ആൻസർ പറ. ഈ ഒരു ലിങ്ക് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിനെ വലത്തോട്ട് കറങ്ങാൻ ശ്രമിക്കൂലേ? ഇത് കറങ്ങും. പക്ഷെ എന്താണ് അവിടുത്തെ കുഴപ്പമെന്നാണ്, അവിടെ നമ്മൾ ഈ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കുറഞ്ഞു പോകും. ഇതാണ് അവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ 90 ഡിഗ്രിയിലാണ് അപ്ലൈ ചെയ്തെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ലിങ്കിന്റെ ഡിസ്റ്റൻസ് തന്നെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഫോഴ്സ് 90 ഡിഗ്രിയിലാണ് കൊടുക്കുന്നതെങ്കിൽ ലിങ്ക് തന്നെയാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അല്ലാതെ ഒരു ആംഗിൾ കൊടുത്തു പോയാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കുറയും. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടോർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു 90 ഡിഗ്രിയിൽ ഞാനിത് കാണിച്ചത്. ആ ഒരു എഫർട്ട് ഉണ്ടാക്കുന്ന ഫോഴ്സിനെ ഞാൻ എഫ് ടി എന്നും, അപ്പോൾ ഈ ക്രാങ്കിലോട്ട് വരുന്ന കമ്പോണന്റ് ഞാൻ എഫ് ആർ എന്നും വിളിച്ചു. ഇത്രയും ഈ ഫിഗറിൽ നിന്ന് കാണിക്കാനായിട്ടുള്ള ഫോഴ്സസ് ഒക്കെ ഉള്ളൂ. ഇനി ഞാൻ ബാക്കി ടെസ്റ്റിൽ തന്നെ ബാക്കി ഷെയർ ചെയ്ത് തരാം. ഈ ഫിഗർ മനസ്സിലായി? ഇനി നിനക്ക് ഇതിലെല്ലാം നോക്കിയാൽ മതി. എഫ് സി കോസ് ബീറ്റയാണ്. എഫ് എന്ന് പറയുന്നത് എഫ് സി കോസ് ബീറ്റയാണ്. എഫ് സി കോസ് ബീറ്റ അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇതിലോട്ട്. എഫ് സി കോസ് ബീറ്റ ഇങ്ങോട്ട്, ഈ ഒരു ഡോട്ടഡ് ലൈനിലോട്ട് എഫ് സി കോസ് ബീറ്റ. അപ്പോൾ എഫും നമ്മൾ ഇക്വലിബ്രിയം ആവണമെങ്കിൽ എഫ് തന്നെയാണ് എഫ് സി കോസ് ബീറ്റ. എഫ് എൻ എന്തായിരിക്കണം? ഇതിൻ്റെ ഈ കമ്പോണന്റ് എഫ് സി സൈൻ ബീറ്റ. ഈ ക്രാങ്ക് എഫേർട്ട് എന്ന് പറയുന്നത് എഫ് ടി ഇൻറ്റു ഈ റേഡിയൽ ഡിസ്റ്റൻസ് ആണ് ക്രാങ്ക് എഫേർട്ട്, എഫ് ടി ഇൻറ്റു ആർ. ഓക്കെ, അത് എഫ് സി സൈൻ തീറ്റ പ്ലസ് ബീറ്റയാണ് എഫ് ടി എന്ന് പറയുന്നത് ഇൻറ്റു ആർ. പിന്നെ എല്ലാം ജസ്റ്റ് ഒരേ ഇതിലോട്ട് അങ്ങ് മാറ്റി. ത്രസ്റ്റ് ഓൺ ദ ബെയറിംഗ് എന്ന് പറയുന്ന റേഡിയൽ ലോഡാണ് എഫ് ആർ. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ പഠിച്ച് വെച്ചേക്കണം. ഇത്ര ഇക്വേഷൻസ് കാണാൻ പഠിച്ച് വെച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഇത്രയും പോർഷൻ ഞാൻ ഷെയർ ചെയ്ത് തരാം, ടെസ്റ്റിൽ ഇത്രയും പോർഷൻ ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ഇത്രയും ഒന്ന് പഠിച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്ലാസ്സിലെ കണ്ടന്റ് ക്ലിയർ ആണല്ലോ? മെയിനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുള്ളൂ. ആ ജസ്റ്റ് ഞാൻ വരച്ച ഫിഗറാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ മെയിൻ സാധനം. ഓക്കെ, ഞാൻ വരച്ച സാധനമാണ് വെച്ചാൽ ഈ വരച്ചിരിക്കുന്ന സാധനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം.
ഓക്കെ, പക്ഷേ ഇതിൽ ആകെ എഴുതിയിരിക്കുന്നത് ഈ എഫ് എന്ന് പറയുന്നത് എഫ് സി കോസ്പീറ്റ ഇതായിരിക്കണം. എഫ് സി കോസ്പീറ്റ. ഈ എഫ് എൻ എന്ന് പറയുന്നത് എഫ് സി സൈൻ ബീറ്റ ആയിരിക്കണം. പിന്നെ ഈ എഫ് ടിക്ക് ഒരു ഇക്വേഷൻ എഫ് സി എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ റേഡിയലും പെർപെൻഡിക്കുലർ ആക്കി എന്നുള്ള സാധനം. ഇതിനെ ഇങ്ങനെയാക്കി ആകത്ര ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ക്രാങ്ക് എഫർട്ട് എന്ന് പറയുന്നത് ഈ എഫ് ടി ഇൻറ്റു ഈ റേഡിയൽ ഡിസ്റ്റൻസിനാണ് ക്രാങ്ക് എഫർട്ട്. ബെയറിങ്ങിലുണ്ടാകുന്ന ഫോഴ്സ് റേഡിയൽ ഫോഴ്സാണ്. ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ബെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രാങ്ക് ബെയറിംഗിൽ വരുന്ന ഫോഴ്സിന് റേഡിയൽ ഫോഴ്സാണ് എഫ് ടി ഇൻറ്റു ആർ. ക്ലിയർ ആണല്ലോ? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. Numbers, sorry, number 1 ഉണ്ടോ? Sir, 1%. 2. 2%. 3%. 4. 4%. 5. 5%, sir. 6. 6%. 7. 7%, sir. നേരത്തെ വിളിച്ചിട്ട് തുടങ്ങിയില്ലല്ലോ ആദ്യത്തെ. 8. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ആണോ? ഹലോ. 9%, sir. 10. 10%, sir. 11. 12%, sir. 12%, sir. 13. 13%, sir. 14. 1%, sir. 15. 15%. 16. 16%. 17. 20%. 18. Present, sir. 19. Present, sir. 20. 20%, sir. 21. 22. Present, sir. 23. Present, sir. 24. 25. Present, sir. 26. Present, sir. 27. 28. Present, sir. 29. Present, sir. 30. Present, sir. 31. 32. Present, sir. 33. 34. 34. 35. 36. Present, sir. 37. Present, sir. 38. Present, sir. 39. Present, sir. 40. Present, sir. 41. Present, sir. 42. Present, sir. 43. Present, sir. 44. Present, sir. 45. Present, sir. 46. Okay. 47. Present, sir. 48. 46% ആണ്. 48. Present, sir. 49. Present, sir. 50. Present, sir. 51. Present, sir. 52. Present, sir. 53. Present, sir. 54. Present, sir. 55. Present, sir. 56. Present, sir. 57. Present, sir. സൂര്യ നേരത്തെ അത് കണ്ടില്ലല്ലോ. എവിടെ നിൽക്കുന്നത്? റോഡില്ല. അല്ലല്ല, വീട്ടിൽ തന്നെ ഉണ്ട്. നേരത്തേക്ക് നോക്കിയിട്ടൊന്നും കണ്ടില്ല. തുടങ്ങുന്നുണ്ടായിരുന്നു, സർ. ഓക്കെ, മനസ്സിലായ? മനസ്സിലായി, സർ, മനസ്സിലായി.
പവർ സപ്ലൈ വേണം. കംപ്രസർ 58, Present, sir. 59, പ്രസന്റ് സാർ. 60, Present, sir. 61, 62, Present, sir. 63, പ്രസന്റ് സാർ. 64, Present, sir. 65, പ്രസന്റ് സർ. 66, Present, sir. 67, Present, sir. 68, Present, sir. 69, പ്രസന്റ് സാർ. 70, Present, sir. 71, പ്രസന്റ് സാർ. 72, പ്രസന്റ് സാർ. 23, പ്രസന്റ് സാർ. 74. പ്രസന്റ് സാർ. ഓക്കെ ഓക്കെ, ശരി ശരി. എന്നാൽ ആഫ്റ്റർനൂൺ ഫ്രീ അല്ലേ നിങ്ങളിന്ന്? ആഫ്റ്റർനൂൺ ഫ്രീ അല്ലേ? സാർ MESD ക്ലാസ് ഉണ്ട്. അത് ഒരവറല്ലേ? ഞാൻ നോക്കട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഉണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ എന്നാൽ.